ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും രവീന്ദ്രനുമുണ്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. രേവതി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര വന്നു. അങ്ങനെ ചന്ദ്രയെ മലർത്തി അടിച്ചുകൊണ്ട്, ചന്ദ്രയെ എപ്പോൾ വന്നാലും നമ്മുടെ സച്ചി കളിയാക്കൂലോ. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സുധി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ അവനോ, അവനിപ്പോൾ വരും, അവനെ പല്ലക്കിലെ രാജകുമാരനല്ലേ, പല്ലക്കിൽ അവനെ എഴുന്നള്ളി ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അടിയങ്ങളൊക്കെ ഇവിടെ നിന്ന് കൈ കഴുകിയിട്ട് എണീക്കണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, അതേടാ എൻ്റെ മകനെ രാജകുമാരൻ തന്നെയാ, അവൻ പല്ലക്കി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്, അവനെ കൂടുതൽ കളിയാക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഏതായാലും ഇതേ സമയമാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിന്നത്. അപ്പോൾ ഓട്ടോ വന്ന് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ ആരോ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കുക. അങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബ്രോക്കറാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ ചന്ദ്ര കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകനൊരു കല്യാണാലോചന കൊണ്ടുവരണമെന്ന്. അപ്പം ആ ഒരു ബ്രോക്കറാണ് വന്നത്. അപ്പം ബ്രോക്കർ വന്ന ഉടനെ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഏതായാലും കയറി വാ എന്ന് പറഞ്ഞ് വിളിച്ചു, അകത്തേക്ക് ഇരുത്തി. അതെ രേവതി, പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുത്തോ, നല്ല മധുരത്തിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ അയാൾ പറഞ്ഞു, അതെ മധുരമൊന്നും വേണ്ട, മധുരമൊക്കെ കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഹേയ് പോരാ, ഏതായാലും ശുഭവാർത്തയും കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, എൻ്റെ മോന് കല്യാണം സെറ്റായല്ലോ, ആയി കാണുമല്ലോ, അപ്പം അതൊക്കെ എപ്പോഴേ റെഡിയായി. ദേ ഒരടിപൊളി പെണ്ണിനെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്, ഒരു സൂപ്പർ പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം, അതിലും നല്ലൊരു കുടുംബം, കോടീശ്വരി തന്നെയാ. ചന്ദ്രമതി മേഡം പറഞ്ഞതുപോലെ കോടീശ്വരി. ഏതായാലും ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഫോട്ടോ അങ്ങ് കാണിക്കുകയാണ്. ഏതായാലും ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പെണ്ണ് കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മോൻ്റെ അത്രയും സൗന്ദര്യവും എടുപ്പൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി, മോൻ ഷാരൂഖ് ഖാനല്ലേ, മോൻ്റെ അത്രയും സൗന്ദര്യവും എടുപ്പും ഇല്ലാതിരിക്കാൻ, ഈ തള്ളയ്ക്ക് എന്നാത്തിൻ്റെ സൂക്കേടാ എന്ന രീതിയിലാണ് നമ്മുടെ സച്ചി അവിടെ നിന്നിങ്ങനെ പുറപുറത്തത്. അപ്പോഴേക്കും ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ എൻ്റേതായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് മാറ്റിയൊക്കെ എടുക്കാമല്ലോ. ഏതായാലും രേവതി സ്ട്രോങ് ആയിട്ട് നല്ല മധുരം ഇട്ട് തന്നെ ഒരു ചായ ബ്രോക്കർക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. രേവതി ഏതായാലും അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല അവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ വിവാഹാലോചന കൊണ്ടുവന്നത്? ഒന്നാമതേ ഇപ്പം ജോലിയില്ല, അവനൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിപ്പിച്ചിട്ടാണോ വന്നത്, അതോ ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ഒരാളിവിടെ പെണ്ണ് കാണാൻ വന്നതുപോലെ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഇതങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ എല്ലാ കാര്യവും A to Z വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിച്ചേക്കുന്നത്, അതിന് ഞാൻ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി, എന്തോ കുഴപ്പമുണ്ടല്ലോ, അവനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുമല്ലോ, അന്വേഷിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു വിവാഹം മുടങ്ങിപ്പോയതാണെന്നും ഒരു പെൺകുട്ടീനെ ചതിച്ചെന്നും അവരറിഞ്ഞു കാണില്ലായിരിക്കും. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഈ വിവാഹാലോചന അവർ കൊണ്ടുവരത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന് എന്തെങ്കിലും വൈകല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറാരോഗമോ ഒക്കെ കാണും, അതുകൊണ്ടായിരിക്കും സുധീനെ കല്യാണം ആലോചിച്ച് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, നിനക്ക് മാത്രം വലിയ സമ്പന്നേനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്, നീ കൂടുതൽ പറയൊന്നും വേണ്ട സച്ചി, എൻ്റെ മോനെ കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്, അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ അവനെ വേണ്ടാന്ന് പറയുന്നത്, ക്യൂ നിൽക്കും പെണ്ണുങ്ങൾ എൻ്റെ മോനെ കെട്ടിക്കൊണ്ട് പോകാൻ. ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരാൾ വന്നു എൻ്റെ മോനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്നവരും വരുന്നവരും എല്ലാം എൻ്റെ മോനെ വേണ്ടെന്ന് പറയുന്നതാണോ നീ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്? എടാ അവന് രാജയോഗം, അവർ രാജകുമാരനായിട്ട് തന്നെയാണ് വാഴാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഈ വിവാഹം ഇത്ര പെട്ടെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അല്ല അവർ എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ? ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല, പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അത് കുഴപ്പമായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര, അല്ല എന്താടോ ആ ഒരു ചെറിയ കുഴപ്പം? അത് പെണ്ണൊരു 18 വയസ്സാകുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. ആ പെണ്ണൊന്ന് ഒളിച്ചോടിപ്പോയിട്ട് ആ വക ഒരു കുഞ്ഞുണ്ട്, ആ ഭർത്താവിനൊരു ആക്സിഡൻറ്റിലേ മരിച്ചുപോയിന്നേ. ഇപ്പം പെണ്ണിന് ഒരു ബാധ്യതയില്ല കേട്ടോ, ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ആ വീട്ടുകാരെ ഏറ്റെടുത്ത് വളർത്തിക്കോളും.
ആ കുഞ്ഞിനിപ്പോൾ സുധിയുടെ കൂടെ വിട്ടൊന്നും തരത്തില്ല അവർ വളർത്തിക്കോളും. പിന്നെ എന്താ കുഴപ്പം, കോടികളുടെ സ്വത്തില്ലേ, അത് മുഴുവൻ സുധിയുടെ പേരിലാകാൻ പോവല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിർത്തടോ, താൻ എന്താടോ ഈ സംസാരിക്കുന്നത്? എൻ്റെ മോന് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള പെണ്ണിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് വരാൻ നിനക്ക് നാണമില്ലടാ? എൻ്റെ മോൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവന് ഇതിനേക്കാളും നല്ല നല്ല ബന്ധങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതാ. പിന്നെ ഒരു മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വിവാഹാലോചനയൊന്നും എൻ്റെ മകന് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓഹോ, താൻ കൊള്ളാലോടോ, താൻ വന്നപ്പോൾ എന്താ പറഞ്ഞത്? കോടീശ്വരിയോ? എന്ത് കോടീശ്വരി ആണെങ്കിലും ഈ വിവാഹാലോചന ഇവിടെ വേണ്ട. താൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, തൻ്റെ ഒരു വിവാഹാലോചനയും ഇവിടെ വേണ്ട. എൻ്റെ മോനെ അന്തസ്സായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ എടുത്ത് വിവാഹം നടത്തി കൊടുക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടോ നമ്മുടെ സച്ചി അങ്ങോട്ട് കൈ കൊട്ടിയിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അവന് ഈ ഒരു വിവാഹാലോചന വന്നത് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടും അവൻ്റെ യോഗ്യതയ്ക്ക് ചേരുന്ന പെണ്ണ് തന്നെയാണ്. പിന്നെ എൻ്റെ എത്ര കുഴപ്പമിരിക്കുന്നത്? ഈ കാലത്ത് ഇത് വലിയ കുഴപ്പമാണെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ ഇനിയിപ്പം വിവാഹം നടക്കുമോയെന്ന് പോലും അറിയത്തില്ല. അപ്പം ഇതൊരു വൻപൻ ലോട്ടറി അടിച്ച പോലെ കരുതിയാൽ പോരെ അമ്മയ്ക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, സച്ചി നീ നിർത്തുന്നുണ്ടോ? നിന്നോട് കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ മകനെ എല്ലാവരും കൂടെ ചേർന്ന് കളിയാക്കി എൻ്റെ മകനെ കുഴി കൊണ്ട് ചാടിക്കാൻ നോക്കുകയാണല്ലേ? ഒരിക്കലും ഈ ചന്ദ്രമതി ജീവിച്ചിരിക്കുമ്പോഴേ അത് നടക്കാൻ പോകുന്നില്ല. ഇറങ്ങടോ വെളിയിൽ. ഇനി ഇതുപോലെയുള്ള വിവാഹാലോചനയായിട്ട് ഇങ്ങോട്ട് കയറിയാൽ തൻ്റെ മുട്ടുകാല് തല്ലി ഒടിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും ആ ബ്രോക്കർ പറഞ്ഞു, എൻ്റെ പൊന്ന് ചന്ദ്രമതി മേഡം, സുധിക്ക് നല്ലൊരു വിവാഹാലോചന കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അവൻ്റെ ഗതി എന്ന് പറയുന്നത് കല്യാണം കഴിയാതെ മൂക്കി പല്ല് വന്ന് ഇവിടെ ഇരിക്കാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങളുടെ പാടായി, ഇനി നിങ്ങൾ എന്ത് വേണോ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കർ പോകുകയാണ് കേട്ടോ ചെയ്തത്. ഏതായാലും ബ്രോക്കർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കിട്ടിയ അവസരം അങ്ങോട്ട് പാഴാക്കിയില്ല. സച്ചി പറഞ്ഞു, എന്തായി ഇപ്പം മകന് വലിയ വിവാഹാലോചന തേടി നടക്കുന്നതല്ലേ? എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം എന്ത് സംഭവിച്ചു? അല്ലെങ്കിലുവേ ഇപ്പം അയാൾ വന്ന് പ്രാഗിട്ട് പോയില്ലേ, നമ്മുടെ സുധിക്ക് വിവാഹം നടക്കാനേ പോകുന്നില്ലെന്ന്. അത് തന്നെയാണ് സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് മിക്കവാറും വിവാഹവും ഇല്ലായിരിക്കും, കുടുംബവും ഇല്ലായിരിക്കും. അവൻ ഈ ഒറ്റാന്തടിയായിട്ട് ജീവിക്കാനായിരിക്കും ദൈവം വിധിച്ചിട്ടുണ്ടായിരിക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കുക. അല്ലാതെ ഇനിയിപ്പോൾ അവനൊരു പെണ്ണ് കിട്ടുക എന്ന് വെച്ചാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിൻ്റെ വായുണ്ടല്ലോ, നിൻ്റെ നാക്ക് വെച്ചൊന്നും പറയരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഈ ചന്ദ്ര ജീവനോടെ ഇരിക്കില്ല. എൻ്റെ മോന് പറ്റിയ പെൺകുട്ടീനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കാനേ എനിക്കറിയാം. അവന് പൂവിക്കുന്ന പൂക്കാരിയൊന്നുമല്ല, അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല കോടീശ്വരൻ്റെ മകളെ തന്നെയായിരിക്കും എൻ്റെ മോന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട്, അയ്യോ ഇനിയിപ്പോൾ ഈ ചായ എന്ത് ചെയ്യും? ഇനിയിപ്പം ചായ കുടിക്കാൻ അയാളില്ലല്ലോ എന്നിങ്ങനെ ഒരു പുച്ഛത്തോടു കൂടി പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഒരു ചായ മിസ്സാക്കി കളയേണ്ട കാര്യമുണ്ടോ? അയാൾ പോയി. ഇതിനകത്ത് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടതല്ലേ. ഇപ്പോഴേ ഈ വീട്ടിലെ ഏക വരുമാന മാർഗം ആരുടെയാണെന്ന് അറിയാലോ. അതുകൊണ്ട് അതില്ലാതാക്കണ്ട. എൻ്റെ വരുമാന മാർഗം കൊണ്ട് മേടിക്കുന്ന പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെയാ. ഇപ്പം എന്താ ചായപ്പൊടിക്കും പഞ്ചസാരയ്ക്കും ഒക്കെ വില. അല്ലാതെ ഇവിടെ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരൊക്കെ എന്തോ ജോലിയൊന്നും പരിശ്രമിച്ചിട്ട് കിട്ടുന്നുമില്ല. പിന്നെ ചിലവരുടെ തല അടിച്ചു പോകാനാ ചാൻസ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ തലയെ തൊട്ട് സത്യം ചെയ്തതല്ലേ. ഇനിയിപ്പം താമസിച്ച് 6 മാസം കഴിഞ്ഞാൽ ചിലവരുടെ കാലാവധിയും തീരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ നോക്കി സച്ചി. എന്നിട്ട് ആ ചായ മേടിച്ച് അങ്ങ് കുടിച്ചു കേട്ടോ. ഏതായാലും ചന്ദ്ര ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ അടുത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്രേ, നീ തന്നെ നിൻ്റെ പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കരുത്. ഇപ്പം അവരെന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവനൊരു ജോലിയാകട്ടെ. അല്ലെങ്കിലും ഇപ്പം ഈ സംഭവമൊക്കെ നടന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ ആൾക്കാർ മറക്കുന്നൊരു ദിവസം വരും. എന്നിട്ട് പോരെ ഈ വിവാഹമൊക്കെ. അല്ലാതെ വിവാഹം ആലോചിച്ചിട്ട് വെറുതെ എന്തിനാ അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അല്ലെങ്കിലും ഞാൻ അത് പറയണമെന്ന് ഓർത്ത് തന്നെയാണ് ഇരുന്നത്. രവിയേട്ടാ, ഞാനൊരു കാര്യം പറയാം. അവൻ വരുമ്പം ഇവിടെ നടന്ന ഈ വക കാര്യങ്ങളൊന്നും പറയരുതെന്ന് സച്ചിയോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ മോൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ വിഷമാവും, അവന് വലിയ സങ്കടമാകും. അതുകൊണ്ട് തന്നെ അവനോട് ഇതൊന്നും പറഞ്ഞേക്കരുതെന്ന് പൊന്നാര മോനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടിട്ട് അങ്ങ് പോകുക കേട്ടോ ചെയ്തത്. ഇതിൽ കൂടെ രവീന്ദ്രനും ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഏതായാലും ചന്ദ്ര നമ്മുടെ സുധിക്കുള്ള വിവാഹാലോചനയൊന്നും ഇനി നിർത്താൻ പോകുന്നില്ല. അത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ ചന്ദ്രമതി ഭാരമൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം വല്ലാത്ത വിഷമത്തിലാണല്ലോ നമ്മുടെ ചന്ദ്രമതി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ല. ഇനിയിപ്പോൾ തൻ്റെ മകന് വേറെ വിവാഹം വരുവോ നടക്കുവോ, അതോ ഇനിയിപ്പം പ്രാഗിട്ട് ബ്രോക്കർ പോയ പോലെ ആകുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നേരെ നമ്മുടെ ഭാമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഓ ഭാമ, എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു സുഖവും തോന്നുന്നില്ല ഭാമേ. എനിക്കറിയില്ല, എൻ്റെ മോൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സച്ചിയുടെ കളിയാക്ക് കേട്ടിട്ടാണെങ്കിലോ എനിക്ക് വല്ലാത്ത സങ്കടമാ. ഇനിയിപ്പൊ എന്താ ഭാമയെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക്, നീ സങ്കടപ്പെടാതിരിക്കും ചന്ദ്ര, എന്തെങ്കിലും പോംവഴി കാണാതിരിക്കില്ലല്ലോ. പിന്നെ അവൻ എന്താ ചെയ്തേക്കുന്നത്, ഒരു വലിയ തെറ്റ് ചെയ്തു എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അവന് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ അവൻ വിവാഹം കഴിച്ചില്ല, അല്ലാതെ അവളെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ജീവിതം വേറെ രീതിയിലൊന്നും ആക്കി കളഞ്ഞില്ലല്ലോ. അപ്പൊ അവൻ എന്ത് തെറ്റാ, അവൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് തേഞ്ഞു മാഞ്ഞൊക്കെ പോകും, മറക്കാൻ പറ്റാത്ത മുറിവുകളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ പറയുന്നത്. അത് എത്ര മുറിവാണെങ്കിലും അത് ഉണങ്ങും, അപ്പൊ എല്ലാവരും മറന്നോളും, നീ അത് വിട്ടുകളാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ വെളിയിൽ നിൽക്കുകയാണ്. ആരാണ്? നമ്മുടെ ശ്രുതി. അപ്പൊ ശ്രുതി ഇവിടെ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ തെറാപ്പി ചെയ്യാൻ വന്നതാണ് കേട്ടോ നമ്മുടെ ഭാമയ്ക്ക്. അപ്പൊ പറ്റിയ അവസരമാണല്ലോ, ഇത് മുതലെടുക്കണം, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതാ, എങ്കിൽ പിന്നെ ഇതിൽ പിടിച്ചു കയറാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് കൂട്ടുകാരിനെ വെളിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീയേ കുറച്ചു നേരം കഴിയുമ്പം എൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കണം. അതെന്തിനാടി? അത് നീ എൻ്റെ ഡാഡിയാന്നുള്ള രീതിയിൽ, അച്ഛനാന്നുള്ള രീതിയിൽ സംസാരിക്കണം. അച്ഛനെന്നുള്ള രീതിയിൽ സംസാരിക്കണോ? ആ നീ ഒന്നങ്ങനെ സംസാരിക്കുക. ഓഹോ, നീ ഇപ്പം എവിടെയാ ഉള്ളത്? ചന്ദ്രമതി മേഡത്തിൻ്റെ മുമ്പിലാണോ? അതെ, ഇവിടെ ചന്ദ്രമതി മേഡം ഉണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് വിളിക്ക്, ഞാൻ അച്ഛനാന്നുള്ള രീതിയിൽ സംസാരിക്കാം. നീ ഇങ്ങോട്ടേക്ക് വലിയ മറുപടി ഒന്നും പറയുമൊന്നും വേണ്ട, നീ എല്ലാം മൂളി കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ ഓക്കെ ഏറ്റടി, നിന്റെ ഡ്രാമ ഞാൻ കലക്കിയേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോണും കട്ട് ചെയ്തു. അങ്ങനെ എക്സ്ക്യൂസ് മീ മാഡം എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി. ശ്രുതിനെ കണ്ടതും ഭാമ, ആ മോള് വന്നോ, കയറി വാ എന്നിങ്ങനെ പറഞ്ഞു വിളിച്ചു. ആ എന്താ, ആ ഇതാരാ ഇരിക്കുന്നത്? ചന്ദ്രമതി മേഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്. ആ ഉണ്ടായിരുന്നു മോളെ, എന്താ പറ്റിയത്? എന്താ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്? എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാൽ എപ്പോഴും ഇവിടെ വന്നാ പറയാറുള്ളത്. ആണോ, എന്താ പറ്റിയത് ചന്ദ്രമതി മേഡം? ചന്ദ്രമതി മേഡത്തിന്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടല്ലോ. അതൊന്നുമല്ല, എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത സങ്കടമാണ്. അപ്പം അതാന്ന് പറഞ്ഞപ്പം, മകനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കണമെന്നുണ്ടോ? അവനെൻ്റെ ജീവനാ, അവനില്ലാതെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അവനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാന്ന് പറഞ്ഞപ്പം, എന്ത് ഭാഗ്യം ചെയ്ത ആളാ സുധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ കോൾ വന്നു കേട്ടോ. ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും, അതെ എൻ്റെ ഡാഡി വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അതെന്താ മോളെ എടുക്കാത്ത? മോളെ എടുക്കാൻ പറഞ്ഞു. വേണ്ട, അത് ശരിയാവില്ല. മോൾ എടുക്കും, മോളുടെ ഡാഡിയല്ലേ, ഏതായാലും മോൾക്ക് ജന്മം തന്ന ആളല്ലേ. എങ്കിൽ പിന്നെ ആൻറ്റി പറഞ്ഞ സ്ഥിതിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തിട്ട്, എന്താ ഡാഡി ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു. വളരെ കടുപ്പമായ രീതിയിൽ, ദേഷ്യപ്പെട്ട രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പം അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഓരോ തമാശയ്ക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ കൂട്ടുകാരിയെ. അപ്പം പറഞ്ഞു, അതെ എന്നെ വിളിക്കരുതെന്ന് ഞാൻ ഡാഡിയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നും കേൾക്കണ്ട, ഡാഡിയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡാഡി വിചാരിക്കുന്നത് പോലെ ഡാഡിയുടെ ബിസിനസ് ഏറ്റെടുക്കുവാനോ ഡാഡിയുടെ അടുത്തേക്ക് വരുവാനോ ഒന്നും എനിക്ക് കഴിയില്ല. ഡാഡി പറയുന്ന പോലെ ഒരു വിവാഹം കഴിക്കുവാനോ ഒന്നും എനിക്കിപ്പോൾ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡാഡീനെ ഞാൻ വെറുക്കുന്നു. ഡാഡി ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ. അപ്പോഴത്തേക്കും അപ്പുറം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരി. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. എനിക്ക് ഡാഡിയുടെ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. ഡാഡി ഒരു കാര്യം ചെയ്യുക, 500 കോടി രൂപയുടെ സ്വത്തൊക്കെയല്ലേ, അതെ അനാഥാലയത്തിന് അങ്ങ് എഴുതി വെച്ചോളാൻ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ അങ്ങോട്ടൊരു ഇങ്ങനെ ആന്തള് കയറുകയാണ്. എന്താ പറയുക, ഇടുത്തി വെട്ടിയ പോലെ ആയിപ്പോയി. അവിടെ ഇരുന്ന് മരച്ച സ്തംഭം പോലെ ആയിപ്പോയി. 500 കോടി രൂപയുടെ സ്വത്തോ? ഇത് കേട്ടപ്പോഴത്തേക്കും അങ്ങ് എന്തോ മരവിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ, എങ്കില് ഞാൻ ആർക്കാ ഫസ്റ്റ് തെറാപ്പി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, മോള് ദേ ചന്ദ്രാൻറ്റിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ ചന്ദ്രാൻറ്റി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ ഇങ്ങനെ പെടലിയൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അങ്ങനെ പതിയെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോള് തൊട്ടപ്പം തന്നെ വേദനയൊക്കെ മാറി. ഏതായാലും മോളുടെ കൈക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ, ഇത് ഞാൻ പഠിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് അതിൻ്റെതായ രീതിക്ക് ചെയ്യുന്നത് കൊണ്ട് ആൻറ്റിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പം, ഏതായാലും മോളെ ഇത് കൊള്ളാം,
എനിക്ക് മോളിങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ തിരുമിയൊക്കെ തരുമ്പം വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി വലിയ രീതിയിൽ ഷോൾഡർ വേദനയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പോഴും 500 കോടി മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ് ശ്രുതിനെ. മോൾ ഇവിടെ വന്ന് ഇരുന്നേന്ന് പറഞ്ഞു. എന്താ ആൻറ്റി? വേറൊന്നുമല്ല, മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മോള് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണം. മോക്ക് എൻ്റെ മരുമകളാകാൻ വേണ്ടി ആഗ്രഹമുണ്ടോ? ഞാൻ മോളെ എൻ്റെ മരുമകളായിട്ട് സ്വീകരിച്ചാൽ മോക്ക് എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ആൻറ്റി എന്താ ഈ പറയുന്നത്? ആൻറ്റിയുടെ മരുമകളായിട്ട് ഞാനോ? അതിനിപ്പോൾ എന്താ കുഴപ്പം? മോൾക്ക് അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. മോൾക്കൊരു ജോലിയില്ലേ, വിദ്യാഭ്യാസം ഇല്ലേ? എന്താ എൻ്റെ മോനെ ഇഷ്ടമായില്ലേ മോക്ക്? മോളിപ്പോൾ പറയണ്ട, മോളൊരു കാര്യം ചെയ്യുക. മോൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. പിന്നെ മോള് വേണ്ട എന്ന് പറയൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മോന് അത്രയ്ക്ക് മോശമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ്. മോളെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ മോളെൻ്റെ മരുമകളായിട്ട് വന്നാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോളൊന്ന് ആലോചിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കാരണം ശ്രുതി തന്നെ കൊണ്ട് എത്തിച്ചതാണ് ഈ ഒരു വാക്കില്. നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയണം എന്ന് ചന്ദ്രയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തത്. ഭാമ ആയിക്കോട്ടെ അപ്പം മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പടി കള്ളി 500 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ മനസ്സ് കണ്ടില്ലേ, ഇവളേതായാലും കൊള്ളാലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഭാമ അവിടെ ഇരിക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി പോവുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി നേരെ റൂമിലേക്ക് ചെന്നിട്ട് കൂട്ടുകാരിനെ എടുത്ത് പൊക്കി കറക്കി താഴെയൊക്കെ ഇട്ടിട്ട് എന്താ അടി പറ്റിയത്? താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനടി നിന്റെ താങ്ക്സ് എന്ന് ചോദിച്ചപ്പം, അതെ നമ്മള് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നടി. എന്നോട് ഇന്ന് ശ്രുതിയുടെ അമ്മ ചോദിക്കുക, ശ്രുതിയുടെ ഭാര്യയായിട്ട്, അതായത് ചന്ദ്രമതിയുടെ മരുമകളായിട്ട് ചെല്ലാൻ ആഗ്രഹമുണ്ടോന്ന്. ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഞാൻ ഒരുപാട് പാടുപെട്ടടി. ഏതായാലും സക്സസ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി, എടി ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് ശ്രുതിയോട് നേരിട്ട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിമാൻഡ് ഇല്ലാതെ പോകും. നമുക്ക് ഡിമാൻഡ് വേണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് തേടി വരണം. അല്ലാതെ നമ്മൾ അങ്ങോട്ടേക്ക് തേടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിമ്മായി പോവല്ലേ ഉള്ളൂടി. അതുകൊണ്ട് കലക്കി സൂപ്പറായി, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഇനി എൻ്റെ സ്വപ്നങ്ങളെല്ലാം നടക്കൂടി. ഒരു ബ്യൂട്ടി പാർലർ ഇടണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, നല്ലൊരു കുടുംബത്തിൽ ഞാൻ ചെന്ന് കയറും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, അല്ല അപ്പം നിന്റെ യഥാർത്ഥ അമ്മ ഇതൊന്നും അറിയാതെ ഒരു വിവാഹം നടത്തുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു മുഖഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. കാരണം ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്. അതിലുപരിയായിട്ട് ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് പറയാം കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി വലിയൊരു രഹസ്യം മൂടി വെച്ചിട്ടാണ് നമ്മുടെ ശ്രുതിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പം നാളത്തെ കഥ ഇന്ന് വൈകിട്ട് ഞാൻ ഇടുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ പറയാമേ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അല്ലൂസ് വേൾഡ്. അപ്പോൾ അല്ലൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാമേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭ ദിനം ഒക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.